ഞങ്ങൾ മറയൂർ നിന്നും കാന്തല്ലൂർ വഴി പോകുമ്പോഴാണ് മറയൂർ ശർക്കര എന്ന ഈ ബോർഡ് കണ്ടത്. ഞങ്ങളവിടെ ഇറങ്ങി. മറയൂർ ശർക്കര ഞങ്ങൾ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് കരുതി. അവിടെ ഇറങ്ങി ശർക്കര ഇളക്കുന്നതായിട്ട് കണ്ടു. മറയൂർ ശർക്കര എന്ന് പറയുന്ന പേരിലാണ് ഈ ശർക്കര അറിയപ്പെടുന്നത്. കേരളത്തിലുള്ളവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശർക്കരയാണ് മറയൂർ ശർക്കര. പ്രത്യേക തരം ഒരു മണമാണ് നമുക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞത്. വലിയൊരു ഇരുമ്പ് വാർപ്പിലാണ് ശർക്കര ഉണ്ടാക്കുന്നത്. ശർക്കര ഉണ്ടാക്കുവാൻ കരിമ്പിൻ്റെ തണ്ട് എടുത്ത് അതിനെ അരച്ച് അതിൻ്റെ ചാറ് ഉപയോഗിച്ച് ഈ കാണുന്ന വലിയ വാർപ്പിൽ ഒഴിച്ച് നന്നായിട്ട് കുറുകിയ ശേഷം അതിനെ മറ്റൊരു തടിയിലുണ്ടാക്കിയ ഒരു ബേസിനിലോട്ട് ഒഴുക്കി വിടുന്നു. വളരെ നല്ല കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. സാധാരണ എപ്പോഴും ഇവിടെ ഉണ്ടാക്കില്ല. ഇപ്പോൾ നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. വേറൊരു തടിയിലുള്ള ഒരു ബേസിനിലോട്ട് അവർ മാറ്റുന്നു. ഈ ശർക്കര ഉണ്ടാക്കാൻ നിൽക്കുന്നവർ നന്നായിട്ട് അധ്വാനിച്ചാണ് ഇത് ചെയ്തെടുക്കുന്നത്. വളരെ ചൂടാണ്. ഏകദേശം ഒരു 5 അടിയോളം മാറി നിന്നാൽ നമുക്ക് പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അത്രയ്ക്ക് മാത്രം കൊടും ചൂടിലാണ് ഈ ശർക്കര പാകം ചെയ്തെടുക്കുന്നത്. ശർക്കര മേടിക്കുന്നവർക്ക് ഇവിടെ മേടിക്കാനുള്ള അവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ നിന്ന് അത് മേടിക്കാവുന്നതാണ്. പിന്നെ അവർ നമുക്ക് സാമ്പിൾ തരും. അത് ഞങ്ങൾ കഴിച്ചു നോക്കി നല്ലതാണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇരുമ്പ് ചട്ടി ആവശ്യത്തിന് നിറയുമ്പോൾ അത് ക്ലോസ് ചെയ്ത് നന്നായിട്ട് തീ കൂട്ടി ചൂടാക്കും. ഇത് ഇരുമ്പ് ചട്ടിയിൽ വീഴുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കൂടെ ആശിനൊരു താല്പര്യം. ഒന്ന് ഇളക്കി നോക്കണം. പുള്ളിക്ക് ഇളക്കാനുള്ള കുഴായൽ കൈമാറും. അതിനുശേഷം അത് പാകമായി അത് അടുത്ത തടിയിലുണ്ടാക്കിയ ബേസനിലോട്ടത് മാറ്റുന്നു. അതിനെ അരിച്ചാണ് മാറ്റുന്നത്. അതിൻ്റെ വലിയ തടികളെല്ലാം അവിടെ നിന്ന് മാറ്റും. അരിപ്പിൽ വീഴ്ന്നിട്ട് അവിടെ നിന്നാണ് ഈ തടി തോണിയിലോട്ട് അല്ലെങ്കിൽ തൊട്ടിയിലോട്ട് അത് വീഴ്ത്തുന്നത്. വീഡിയോ പകർത്തിയതിന് ശേഷം ഞങ്ങളങ്ങനെ മറയൂർ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ബട്ടൺ അമർത്തൂ. ഇതുപോലുള്ള വീഡിയോകൾ ഇനി